ഒരുപാട് ആക്ഷൻ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു സ്റ്റൈലിഷ് സംഭവമല്ലേ പിടിച്ചേക്കുന്നത്. ആക്ഷൻ സിനിമയാണെങ്കിൽ പോലും മമ്മൂട്ടിയുടെ സ്റ്റൈൽ പോലെ ബിഗ് ബിയിൽ പോലെ ഒരു സ്റ്റൈലിഷ് ഫിലിമാണ്. ടോവിനോയുടെ സ്റ്റൈൽ നോക്കിയാൽ മമ്മൂട്ടിയുടെ സ്റ്റാർട്ട് ആരില്ല. അതെ അതെ, ഒരു മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബോഡി ലാംഗ്വേജും ആ ഒരു ഡെഡിക്കേഷനിലുണ്ട്. ബോഡി ലാംഗ്വേജും ഒക്കെ അതേപോലെ തന്നെ സ്റ്റൈലിഷ് ആയിട്ട് ആക്ഷൻ മൂവി ആണെങ്കിൽ പോലും മാർക്ക് പറഞ്ഞാൽ വയലൻസ് ആണ്. ഇതിൽ വയലൻസ് ആവശ്യത്തിനേ ഉള്ളൂ. ഫാമിലിക്കൊക്കെ കാണാം. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. ഈ കണ്ടുപരിചയമില്ലാത്ത മേക്കിങ്ങിൽ എനിക്ക് ഇതിനെക്കാട്ട് ഇഷ്ടപ്പെട്ട മാർക്ക് തന്നെയാണ്. പക്ഷെ ഓരോ നോക്കിയാൽ നല്ലത് പടം. ഈ സെക്കൻഡ് ഹാഫിൽ ഒരു കണക്ട് ആവാത്ത പോലെ എന്തെങ്കിലും ലോജിക് മിസ്റ്റേക്ക് അല്ല, നമ്മൾ അതെല്ലാം കൂടെ അല്ല ലോജിക് മിസ്റ്റേക്ക് അല്ല, അല്ലാണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ എന്തോ ഒരു അങ്ങനെ തോന്നിയോന്ന് ചോദിച്ചു. എന്റർടൈൻമെന്റ് ഭാഗമായിട്ട് എടുക്കാം, എന്റർടൈൻമെന്റ് എടുക്കാം. ട്വിസ്റ്റുകളുണ്ട്, അതാണ് സ്ക്രീൻ പ്ലേ നോക്കുന്നത്. ഡയറക്ഷൻ നല്ലതാണ്. പിന്നെ അങ്ങനെ വലിയ ലാഗൊന്നും ഞാൻ തോന്നിയില്ല. ഫസ്റ്റ് ഹാഫും തോന്നിയില്ല, സെക്കൻഡ് ഹാഫും തോന്നിയില്ല. എല്ലാം കൊണ്ട് ടോവിനെ സംബന്ധിച്ചോളം ഒരു ഇമ്പോർട്ടൻറ്റ് ഫിലിമായി. ടോവിനോട് ഒരുപാട് ടോവിനോ ഇപ്പോൾ ഓരോ റോള് ഓരോന്നും സ്റ്റാർട്ടപ്പിലേക്കാണ് വരുന്നത്. അതെ അതെ, പുള്ളിയ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റൈലിഷ് പെർഫോമൻസ് ആണ്. ഇപ്പൊ ടോവിനോ ഇപ്പൊ എല്ലാത്തരം റോളുകളും പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ടോവിനോ ആണ് ഇപ്പം കുറെ കാറ്റഗറി തിരിച്ച് ടോവിനോയുടെ കഥാപാത്രങ്ങളെ തിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വന്നല്ലോ. സ്റ്റൈലിഷ് റോളുകൾ, ആക്ഷൻ റോളുകൾ, ചരിത്ര റോളുകൾ. അത് തീർച്ചയായും ടോവിനോയ്ക്ക് വരാൻ പോകുന്ന ഒരു എന്താ പറയാ മോഡേൺ ആക്ടർ സ്റ്റാർ ആയിട്ട് തോന്നി. ഒരു ടോവിനോ ഇറ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. ടോവിനോ, ഉണ്ണിമുകുന്ദൻ ഇതെല്ലാം നല്ല സ്റ്റാറുകളാണ്. ആക്ഷൻ നന്നായി ചെയ്യുന്നവരാണ്. ഇപ്പൊ ഒരുപാട് കാലം മമ്മൂക്കയും ലാലേട്ടനും അടക്കി ഭരിക്കുകയാണല്ലോ. ഇപ്പൊ ഒരു അവര് ഇനി തുടരുകയും ചെയ്യും. പക്ഷെ എന്നാൽ പോലും ഒരു നെക്സ്റ്റ് ജനറേഷന് തുടക്കം ഇടുന്നുണ്ടോ? പൃഥ്വിരാജ് വന്നു, എത്ര പേര് വന്നു, നേരത്തെ വന്നിട്ടുള്ളൂ ആൾക്കാർ. ഫാസ്റ്റ് ഫാസ്റ്റിൽ വന്നു, അങ്ങനെ എത്ര പേരുണ്ട്. ദുൽഖർ സൽമാൻ പറഞ്ഞുകൊണ്ടല്ലോ. മമ്മൂട്ടി മോനെ മാത്രമൊന്നല്ല, അടുത്ത ജനറേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ മലയാള സിനിമ ഒരു വസന്തകാലത്തേക്ക് കയറാൻ പോവാണ്. ഇപ്പം എല്ലാം ലാലേട്ടൻ തള്ളിപ്പോരും. പക്ഷേ ലാലേട്ടൻ ശക്തമായി തിരിച്ചു നടത്താൻ പോവാണ്. ഇനി തുടരും നല്ല മൂവിയായിരിക്കും. എമ്പുരാൻ നല്ലതായിരിക്കും. പുള്ളിയുടെ ടൈം വരാൻ പോവാണ്. ഇപ്പം നമ്മൾ 2024 സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലെ 2025 സിനിമകളുടെ ലൈനപ്പ് കാണുമ്പം അത് 2024 കവച്ചു വെക്കുന്നത് മൊത്തത്തില്. ഇപ്പൊ ലാലേട്ടന്റെ ആയാലും മമ്മൂക്കയുടെ ആയാലും ഫസ്റ്റ് ഹിറ്റ് 2025 ഏറ്റവും ഫസ്റ്റ് ഹിറ്റ് ഇതായിരിക്കും. ഇനി ഒരുപാട് നല്ല മൂവീസ് വരാനുണ്ടോ? ഇപ്പൊ ലാലേട്ടനും തന്നെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരുപാട് പുതിയ യങ് ഡയറക്ടേഴ്സ് ഒരുപാട് ചാൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആവേശം ഡയറക്ടർ കൊടുത്തു, ARM ഡയറക്ടർ കൊടുത്തു. മമ്മൂക്കയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ പുതിയ പരീക്ഷണങ്ങൾ വരുന്നുണ്ട്. യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ചാൻസ് കൊടുത്ത ആള് മമ്മൂട്ടി. ഇനിയിപ്പോ ബിഗ് ബിയോടെ പടം അത് ചെയ്യാൻ മമ്മൂട്ടി ബുദ്ധിമുട്ടായി. പക്ഷെ നല്ല ആക്ടിംഗ് കൊണ്ട് റോൾസ് മമ്മൂട്ടി ചെയ്യാൻ പറ്റും. ഇപ്പൊ 2024 അപേക്ഷിച്ച് കുറച്ചുകൂടെ ഹിറ്റുകൾ പ്രതീക്ഷിക്കാം. നടത്താൻ സാധ്യതയുണ്ട്. അതുപോലെ മൂവീസാണ് എല്ലാം പുതിയ ഡയറക്ടേഴ്സാണ്. പുള്ളിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് അതായിരുന്നു. പുള്ളി കംഫർട്ട് സോണിലായിരുന്നു. പുതിയ ഡയറക്ടേഴ്സ് ചാൻസ് കൊടുക്കണ്ടായിരുന്നു. പുള്ളി മമ്മൂട്ടിയിൽ പഠിച്ച കാര്യമായിരുന്നു. മമ്മൂട്ടി ഒരുപാട് യങ്സ്റ്റേഴ്സ് കൊടുക്കണ്ടായിരുന്നു. എന്തായാലും ഈ വർഷം ലാലേട്ടൻ തിരിച്ചു വരും. എല്ലാവരും ബാക്കി എല്ലാവരും ഉണ്ട്. ഒരു വസന്തകാലത്തേക്ക് മലയാള സിനിമ പോകാൻ പോവാണ്. നോട്ട് ഓൺലി മമ്മൂട്ടി മോഡൽ എല്ലാവരും. താങ്ക് യു.